നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു സ്ഥലം വിട്ടുപോകരുത്. ആ ശരി. എനി അപ്ഡേറ്റ്സ്? ആ ഓക്കെ. അമ്പലത്തിൽ CCTV ഇല്ല. അതങ്ങനെ വലിയ ആളും തിരക്കുള്ള അമ്പലമൊന്നും അല്ല. സമീപത്തുള്ള കടകളിൽ നിന്ന് മറ്റ് CCTV ഫുട്ടേജ് കളക്ട് ചെയ്യണം. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടണം അറ്റ് എനി കോസ്റ്റ്. മോളെ എങ്ങോട്ടാ? മരിക്കാൻ ക്ലാരമ്മ പിടിച്ചേ അവളെ. കാണിക്കരുത്. സമ്മതിക്കില്ലേ? എടി നീ മരിച്ചോട് കുഞ്ഞ് തിരിച്ചു വരുവോ? കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കണ്ട. അതിന് നിന്റെ കുഞ്ഞ് എങ്ങും പോയിട്ടില്ലല്ലോ. ദത്തനും പോലീസുകാരും ആദ്യം പൂജ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. അവരിപ്പൊ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. എന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. എന്റെ കുഞ്ഞ് മോളെ 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 കൊച്ച് മോളെ എന്റെ കുഞ്ഞെവിടെ? ചോദിച്ചത് കേട്ടില്ല. എന്റെ കുഞ്ഞെവിടെയെന്ന് ചേച്ചി. അത് പിന്നെ പറയണം. എന്റെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി കൊന്നോ? ചേച്ചി മോളെ പറയാൻ. ചേച്ചി എന്നീ പറയുന്നേ? കുഞ്ഞിനെ ആരോ. ആമി മോളെ നീ എന്തായി കാണിക്കുന്നേ? നീ അല്ലേ കുഞ്ഞിനെ അവിടെ കൊടുത്തു വിട്ടെ? പൊന്നു പോലെ നോക്കാനല്ലേ കൊടുത്തു വിട്ടത്, കൊല്ലാനല്ലല്ലോ. ചേച്ചി അതിന് അവര് നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല. ചെയ്തില്ലെന്ന് മുത്തശ്ശി കണ്ടോ? എന്തിനാ കാണുന്നേ? ഇവരുടെ മനസ്സായിരിക്കും നിനക്ക് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയില്ലേ? നിന്റെ കുഞ്ഞ് ഇവരുടെ കുഞ്ഞല്ലേ? എന്നെ വിശ്വസിച്ച ഞാൻ കൊടുത്തു വിട്ടത്. എന്നിട്ട് എന്റെ കുഞ്ഞെവിടെ? ചേച്ചി ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ദത്തേട്ടൻ പറഞ്ഞിട്ട് ചേച്ചി ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വന്നു പറഞ്ഞ് എനിക്ക് ആശ്വാസം കിട്ടോ? എനിക്ക് എന്റെ കുഞ്ഞിനെയാ വേണ്ടത്. മോളെ സമാധാനപ്പെടുമോ? എന്റെ കുഞ്ഞിന് വല്ലതും സംഭവിച്ച ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. അതന്നെ എനിക്ക് പറയാനുള്ളത്. ആർക്കറിയാം എന്താ സംഭവിച്ചെന്ന്? ഇന്ന് വരെ ഇല്ലാത്ത സ്നേഹം കാണിച്ച് ചേച്ചി എന്തിനാ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ നിർബന്ധിച്ച് തന്നയച്ചത്? പൂജ. അത് ശരി. അപ്പോ അങ്ങനെയായി കാര്യങ്ങള്. ചേച്ചി പ്രദീപ് ഞാനായി അല്ലേ? കൊള്ളാം. ഞാൻ വിചാരിച്ചതിലും മിടിക്കിയ പൂജ നീ. എത്ര പെട്ടെന്ന് നീ കഥ മാറ്റിമറിച്ചത്. ആരെന്തൊക്കെ അഭ്യാസം ഇറക്കിയാലും ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ല. ചേച്ചി എന്റെ കുഞ്ഞിനെന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയണം. നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ.
ദേ കുഞ്ഞ്. വേവേ മോളെ മോളെ ദൈവമേ. മോളെ മോളെ എന്റെ പൊന്നുമോളെ. അയ്യോ. ചേച്ചിക്ക് ഇവളെ എവിടുന്ന് കിട്ടിയേ? ഒന്നും പറയണ്ട, കൃത്യസമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചു വല്ല തമിഴ്നാട്ടിലും എത്തിയേന്. എന്തുവാടി, എന്താ സംഭവിച്ചേ? നീ ഒന്ന് തെളിച്ചു പറ. നിനക്ക് എവിടുന്ന കുഞ്ഞിനെ കിട്ടിയേ? റോഡിൽ നിന്ന് ഒരു പിച്ചക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചതാ. അതെങ്ങനെയാണെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് കൊച്ചിനെ കളഞ്ഞാൽ പിച്ചക്കാർ തട്ടിയെടുക്കത്തില്ലയോ? ഞങ്ങളെങ്ങും കളഞ്ഞില്ലല്ലോ, അമ്പലനടയിൽ വെച്ച് പ്രാർത്ഥിച്ചല്ലേ ഉള്ളൂ. മതിയല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒറ്റ സെക്കൻഡ് പോരെ അവർക്ക് കൊച്ചിനെ തട്ടിയെടുക്കാൻ? ഞാൻ കണ്ടില്ലായിരുന്നു ഇപ്പൊ കണ്ണും കുത്തിപ്പൊടിച്ച് കയ്യും കാലും തല്ലിയൊടിച്ച്. മതിയടി, നിർത്ത്. അത് കൊള്ളാം. ഇത്രയും കഷ്ടപ്പെട്ട് പിച്ചക്കാരിയെ തല്ലി ഒഴിച്ച് ഞാൻ കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടുവന്നോ പോരാ, ഇപ്പൊ എന്നോട് ചൂടാവുന്നു. മനസ്സാക്ഷി എന്ന് പറയുന്നൊന്നുണ്ടോ അമ്മയ്ക്ക്? അല്ല, എവിടെ വെച്ചാ സംഭവം നടന്നത്? റോഡ് വെച്ചാണെന്ന് പറഞ്ഞില്ലേ? അല്ല, ഗോമതി എന്തിനാ അവിടെ പോയത്? അത് കൊള്ളാം. ഇയാളെന്തോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുവാ? ക്ലാരിപ്പ ചോദിച്ചത് ന്യായമല്ലേടി? എന്ത് ന്യായം? ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിയല്ലേ. മാർക്കറ്റിലോ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് പിന്നെ മോളെ, നമ്മുടെ കുഞ്ഞ്. മോളെ, ഇതെങ്ങനെ മോളെ എവിടുന്ന് കിട്ടി? ഏതോ ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്ന് ഗോമതി ചേച്ചി രക്ഷിച്ചുകൊണ്ട് വന്നതാ. അല്ല, അതിന് അവരുടെ കയ്യിൽ കുഞ്ഞെങ്ങനെ എത്തി? ഇവര് ഏതോ അമ്പലനടയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചപ്പോ അവരെടുത്തോണ്ട് പോയതാണെന്ന്. എന്താടാ ആദ്യം ഇതൊക്കെ? അളിയ, മനഃപൂർവ്വമല്ല. പിള്ളദോഷം മാറ്റാൻ അമ്പലനടയിൽ കുഞ്ഞിനെ വെച്ച് പ്രാർത്ഥിച്ചതാ. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാണാതെ പോയതാ. എന്തിനാ ഒറ്റ സെക്കൻഡ്? ഒറ്റ സെക്കൻഡ് തന്നെ അധികമാ. ആ സമയത്ത് ഞാൻ ആ വഴി വന്നില്ലായിരുന്നെങ്കിൽ. നന്ദി എങ്ങനെ പറയേണ്ടെന്ന് അറിയില്ല എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതിന്. നന്ദി എന്നോടല്ല സാറേ പറയേണ്ടത്, ദൈവത്തിനോടാ. അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് മാർക്കറ്റിൽ പോവാൻ തോന്നത്തില്ലായിരുന്നല്ലോ. ആ, അതും നേരെ. ഏതായാലും കുഞ്ഞിനെ കിട്ടിയല്ലോ. സംസാരമൊക്കെ പിന്നെയാവാ. ഇതിന് വിശക്കുന്നുണ്ടാവും. ഇത്രയും നേരം അലഞ്ഞതല്ലേ. നീ ഇതിനു കൊണ്ടുപോയി പാല് കൊടുക്കാൻ നോക്ക്. ചെല്ലേ ചെല്ലേ. മോളെ, എന്റെ ദൈവമേ.